അതെ, നമ്മൾ ഇനി ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. പ്രവാസി മലയാളി അസോസിയേഷൻ ജോഹറിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒപ്പം എത്താൻ പറ്റാത്ത ചിലർക്ക് വേണ്ടിയിട്ട് PMAJ ചെയ്ത ചില കാര്യങ്ങളാണ്, വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി സ്ക്രീനിൽ കാണാൻ പോകുന്നത്. നമുക്ക് PMAJയുടെ ആ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതം എത്ര മനോഹരമാണെന്നും അനുഗ്രഹീതമാണെന്നുമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് ചുറ്റുമുള്ള ജീവിതാനുഭവങ്ങളുടെ അകത്തളങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ്. ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. ഒരിക്കൽ പോലും ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത അധികം ആരും തന്നെ അറിയാത്ത കുറച്ചാളുകളെ തേടി. അവരുടെ കുട്ടികളെയും കുടുംബങ്ങളെയുമൊക്കെ കണ്ട് അവരോടൊന്നിച്ചൊരു ദിവസം. അതിനായി PMA ജോഹർ കരുണയുടെ നിറവിൽ കനിവിന്റെ കരങ്ങളുമായി യാത്ര തിരിക്കുകയാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ നമുക്കൊക്കെ കിട്ടുന്ന ചില നല്ല നിമിഷങ്ങളാവാം ഇത്തരത്തിലുള്ള യാത്രകൾ. രാവിലെ 6 മണിക്ക് യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം 9 മണിക്ക് അവിടെ എത്തിച്ചേരണമെന്നാണ്. ജോഹറിൽ നിന്നും സിംബരംഗം ഹൈവേ വഴി കഹാങ് ഏകദേശം 2.5 മണിക്കൂർ യാത്ര. അത് ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയുള്ള യാത്ര കഹാങ്ങിൽ നിന്നും ഓഫ് റോഡ് വഴി 1.5 മണിക്കൂർ. അധികം പരിചയമില്ലാത്ത വഴികൾ, റബ്ബർ തോട്ടങ്ങളും കാടും മലയും കയറി ഉൾവനത്തിലൂടെ മനോഹരമായ യാത്ര. ഒടുവിൽ 12 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. സ്ഥലം കമ്പോങ് ഒറാങ് അസ്ലി തെവോവോ. അവിടെയുമുണ്ട് നമ്മളെപ്പോലെ കൂടും കുടുംബവുമായി ഒരു കൂട്ടം മനുഷ്യർ. പുറം ലോകവുമായി അധികമൊന്നും ബന്ധമില്ലാത്ത കുറെ ആളുകൾ. ഗവൺമെന്റ് കെട്ടിക്കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ വീടുകളിലും കുടിലുകളിലുമായി പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും അവരുടേതായ ലോകത്ത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളുമായി കഴിയുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെയുള്ള ഞങ്ങളുടെ വരവ് അവരിൽ ശരിക്കും ആശ്ചര്യമുണ്ടാക്കി. അവർക്കായി രാവിലെ കഴിക്കാനുള്ള പൊറോട്ടയും കറിയും ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. ആദ്യം അത് അവർക്കോരോരുത്തർക്കായി സ്നേഹത്തോടെ വിളമ്പി. ഭക്ഷണം മാത്രമല്ല, അവരുടെയൊക്കെ മുടി വെട്ടി വൃത്തിയാക്കാൻ ഒരു മുടിവെട്ടുകാരനെയും ഞങ്ങൾ കൂടെ കൂട്ടിയിരുന്നു. അദ്ദേഹം ഒരു ഭാഗത്ത് തന്റെ ജോലി ആരംഭിച്ചു. പിന്നീട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. അവർക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഓരോന്നായി അവർ തന്നെ തിരഞ്ഞെടുത്തു.
വിദ്യാഭ്യാസമോ പള്ളിക്കൂടമോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കുരുന്നുകളുടെ മുഖം കാണുമ്പോൾ അറിയാതെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഓർത്തുപോകും. ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം. അതിനായി അരിയും സാധനങ്ങളുമൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു. എല്ലാവരും ചേർന്ന് ഉടൻ തന്നെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയുമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ വീടിനുള്ളിലും പല പ്രായക്കാരും സുഖമില്ലാത്തവരും എഴുന്നേൽക്കാൻ കഴിയാത്തവരും വീൽചെയറിൽ ഇരിക്കുന്നവരുമൊക്കെയുണ്ട്. PMA ജോഹറിന്റെ കാരുണ്യസ്പർശം കനിവിന്റെ കരങ്ങളിലൂടെ ഇത്തവണ ഒറാങ് അസ്ലികളുമായി കാട്ടിൽ ഒരു ദിവസം ഒന്നിച്ച് എല്ലാവർക്കുമായി ഞങ്ങൾ ഭക്ഷണം വെച്ച് വിളമ്പി. അവരുടെ കൂടെ ഞങ്ങളും. I like to thank Pravasi Malayali Association Johor Bahru. They approached me quite some time back, and they were very kind, very generous, because they were keen to help the poor people in Kampung Orang Asli Tewo, which is in Kahang, a journey which is 3 hours from here, about 1 hour plus off-road, and through and through is a whole day's project. And they were very kind and generous when they came there. They showed kindness to the folks where they have about 80 people in the village, children, elderly people, and they cooked for them in the village. They had haircuts, free haircuts for the villagers, and they were very happy with the haircuts, the children and everyone. They gave toys, they gave clothes, they gave rice bags, they gave food items. They had a good time of fellowship with the Kampung Orang Asli Tewo residents. And this is a Jakun tribe. They don't see the outside world much. They are very much into their place. But when people like Pravasi Malayali Association, with their big group of I think about 9 4-wheel drives coming in, the people were very grateful. They felt love. They felt there are people who are out there supporting them, and this is something very grateful. I like to thank the team of Pravasi Malayali Association and for what they have done. And this thing shouldn't just stop there, but continue to show love. ഞാൻ ഷക്കീന അസോസിയേഷന് ഒരു സെക്രട്ടറി ആയിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം PMAJ വന്നിട്ട് നമുക്ക് സഹായിച്ചത്. ബിക്കോസ് നോക്കിയാൽ ഞാൻ ഇവിടെ എൻ്റെ ഫാമിലി ഒരു 4 ജനറേഷൻ ഇവിടെ ഉണ്ട്. ആൻഡ് നാട്ടിലിരുന്ന് മലയാളീസ് വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് വളരെ സന്തോഷം. ആൻഡ് ഇവിടെ ഒറാങ് അസ്ലിയിൽ പോയ സ്ഥലം ജാക്കുൻ ട്രൈബാണ്. ഒരു 80 ട്രൈബ് മെമ്പേഴ്സ് പീപ്പിൾ കമ്മ്യൂണിറ്റി ഇൻ ദ വില്ലേജ് ഇന്ന്. സോ അവിടെ പോയിട്ട് വെരി സ്പോണ്ടേനിയസ് അവിടെ പോയി ചമയലെല്ലാം ചെയ്തിട്ട് അവർക്ക് ആഹാരം കൊടുത്തത് കാണാൻ ഒരുപാട് സന്തോഷമാണ് ഉണ്ടായിരുന്നത്. ഇൻ ഫ്യൂച്ചർ ഇനിയും കൂടെ നമ്മൾ കൊളാബറേഷൻ ചെയ്യണമെന്ന് I have a very good feeling that we can collaborate further in future. ഈ ദിവസം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല. ദൈവം നമുക്കൊക്കെ തന്ന അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കാതെ നമുക്ക് ചേർത്ത് പിടിക്കാം, കരുതലിന്റെ കരങ്ങൾ കൊണ്ട് നമ്മളാൽ കഴിയും വിധം.
എജയുടെ മുഴുവൻ മെമ്പേഴ്സിനും ഞങ്ങളുടെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ശരിക്കും നമ്മളുള്ള ഒരു സമയത്താണ് പോയതെങ്കിൽ നമ്മളോട് ഉറപ്പായിട്ടും ഓക്കെ. എജയുടെ മുഴുവൻ മെമ്പേഴ്സിനും ഒരു കയ്യടി, സല്യൂട്ട്, ഒരു വലിയ സല്യൂട്ട്, ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇരുന്നുകൊണ്ട് തന്നെ ഒരു കയ്യടി കൊടുത്താൽ മതി. എജയുടെ മുഴുവൻ മെമ്പേഴ്സിനും ഒരു പിന്നെ എല്ലാവരും ചേർന്ന ഒരു വലിയ കയ്യടി. താങ്ക് യു. അതെ, എല്ലാ കാലത്തും ഇതിലും വലിയ രീതിയിലൊക്കെ അല്ലെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ പിന്നെ നമ്മുടെ ഒരു ഡ്യൂട്ടി നന്നായിട്ട് മറന്നുപോയി. അതെ അതെ അതെ, നമ്മുടെ കയ്യിൽ തുടങ്ങി വെച്ചൊരു കാര്യം ചിക്കിങ് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറേ റിങ്കിറ്റ്സ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിങ്കിറ്റ്സ് മുഴുവൻ ഞാനിത് സൈക്കോളജിക്കലി അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനായിട്ടാണോ ഈ ചങ്ങാതി ഇത് പോക്കറ്റ് ഇട്ടേക്കുന്നതെന്ന് പിന്നെ ചിക്കിങ്ങിന്റെ അതെ പക്ഷെ അങ്ങനെയല്ല, ചിക്കിങ്ങിന്റെ ആൾക്കാർക്ക് ഒരു സംശയം. അങ്ങനെയല്ല, നമ്മുടെ ആ ഷോയുടെ ടെമ്പോയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പരിപാടി കുറച്ചൊന്ന് മാറ്റി വെച്ചതാണ്. ആർ യു റെഡി ഗൈസ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ ഉടൻ പണം, ശരിക്കുള്ള ഉടൻ പണം തുടങ്ങാൻ പോവാണ്, വീണ്ടും തുടങ്ങാൻ പോവാണ്. കാരണം ഈ നാട്ടുകാരുടെ ബുദ്ധി എനിക്ക് അറിയാൻ പാടില്ല. ഇതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഗൂഗിൾ ചെയ്യാമോ? എന്താ ഗൂഗിൾ ചെയ്യേണ്ടത്? അല്ല, ഗൂഗിൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഫോൺ വെച്ച് ഗൂഗിൾ ചെയ്തിട്ട് പറയരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കളിക്ക് ഒരു സുഖമില്ലാതെ പോകും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞോ. നിങ്ങളുടെ ബുദ്ധി അളക്കാനായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. എൻ്റെ മനസ്സിലൊരാളുണ്ട്, സണ്ണി ലിയോണി അല്ലേ? അല്ല അല്ല, ഒരു മഹത് വ്യക്തിയുണ്ട്. ഒരു മഹത് വ്യക്തി എൻ്റെ മനസ്സിലുണ്ട്. അല്ല, ഒരു മഹത് വ്യക്തിയുണ്ട്. ആ മഹത് വ്യക്തിയെ കുറിച്ചുള്ള 2, 3, 4 ക്ലൂ ഞാൻ പറയും. ആ മഹത് വ്യക്തി ആരാണെന്ന് പറയാം. അതെ, അതുപോലത്തെ വേറൊരു ഉടൻ പണം. ഇത് ക്ലൂ ആണ്. ക്ലൂ 2, 3 ക്ലൂ പറയും. ആൾ ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയാം. അത് ഉറക്കെ എണീറ്റ് പറയണേ. ഓഡിയൻസിന്റെ ലൈറ്റ് കുറച്ചുകൂടെ ഇടാനുണ്ടോ? ഓഡിയൻസിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഓഡിയൻസ് ലൈറ്റ് ഒന്ന് ഇടും. ഓഡിയൻസ് ലൈറ്റ്. ഓക്കെ, അത് ഇത് മതി. ഇപ്പൊ എനിക്ക് കാണാൻ പറ്റും. റെഡി? ഞാൻ സമയം എടുക്കുന്നില്ല, സമയം വളരെ കുറവാണ്, അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. ഒരാളെ കുറിച്ചാണ് ആദ്യത്തെ ക്ലൂ. എനിക്ക് 2 പേരുകളുണ്ട്. ആദ്യം ഒരു പേരുണ്ടായിരുന്നു, പിന്നീട് ഞാൻ പേര് മാറ്റിയിട്ട ആളാണ്. രണ്ടാമത്തെ ക്ലൂ, എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന അതേ മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, എൻ്റെ ആദ്യത്തെ പേര് ഞാൻ പിന്നീട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന അതേ മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഇന്റർനാഷണൽ കക്ഷിയാണ്. എൻ്റെ തുടക്കം മലയാളത്തിൽ നിന്നായിരുന്നു. ഒരു ക്ലൂ കൂടെ. ആരാണ്? ഉറപ്പില്ല, എന്നാലും കമലഹാസൻ അല്ല. കമലഹാസന്റെ അച്ഛൻ അതേ മേഖലയില്. ഇവിടുന്ന് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ഏറമാനെന്ന്. റഹ്മാൻ നല്ലൊരു ഉത്തരമാണ്. ശരി ഉത്തരമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം കേട്ട ഇദ്ദേഹത്തിന്റെ ആദ്യം ഞാൻ കേട്ടായിരുന്നു. ആ പുള്ളി വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പിന്നെ രണ്ടുപേരും സ്റ്റേജിലേക്ക് വരും. അടുത്ത ചോദ്യം വരുന്നുണ്ട്. അടുത്ത ചോദ്യത്തിന് ആൻസർ ചെയ്യാം. മുഹമ്മദ് ഷാഫി. മോന്റെ പേര് അഖിലിന്റെ ഒച്ചയാണ് ഞാൻ ഇവിടെ ആദ്യം കേട്ടത്. മുഹമ്മദ് ഷർവിൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലൂ കേട്ടപ്പോഴാണ് ഇത് AR റഹ്മാനാണെന്ന് പറയാൻ തോന്നിയത്? ലാസ്റ്റ് ക്ലൂ ഏതാ ഞാൻ പറഞ്ഞത്? എന്റെ അച്ഛന്റെ മേഖല. ഞാൻ ഇന്റർനാഷണൽ ആണ്. തുടക്കം മലയാളത്തിൽ ഇന്റർനാഷണൽ കക്ഷിയാണ്. ഇതിന് ഞാൻ 50 വീതം നൽകുന്നു. 100 കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ 50 കൊടുക്കുന്നു. ഷെർവിന് ഞാൻ 50 കൊടുക്കുന്നു. എല്ലാവരും ചേർന്നൊരു ഗംഭീര കൈഡി കൊടുക്കുക. അഖിലിന് ഞാൻ 50 കൊടുക്കാണ്. AR റഹ്മാൻ കറക്റ്റ് ആൻസർ ആണ്. AR റഹ്മാന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? മലയാളിയല്ലേ? കുറച്ച് AR റഹ്മാൻസ് ഫാദേഴ്സ് നെയിം മറന്നു. റഹ്മാന്റെ ആദ്യത്തെ പേര് ഏതാ? ദിലീപ്. അതറിയായിരുന്നോ? അറിയാം. ഓക്കെ. AR റഹ്മാന്റെ അച്ഛന്റെ പേര് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ, ഒരു 40ഓളം സിനിമകൾ മ്യൂസിക് ഡയറക്ട് ചെയ്തിട്ടുള്ള RK ശേഖർ സാറ്. RK ശേഖർ സാറിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് നമ്മുടെ സംവിധായകരുടെ കൂടെ ഓർക്കസ്ട്രേഷൻ ചെയ്യാനായിട്ട് വരുമായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളെയും കൂട്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. ഇനി നേരത്തെ അവിടെ ബാക്കിൽ നിന്ന് പറഞ്ഞ ആൾക്കാർ വിഷമം ഉണ്ടാവും. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ്. റെഡിയാണോ? അടുത്ത ചോദ്യത്തിന് റെഡിയാണോ?
ചിക്കിങ് നൽകുന്ന അടുത്ത ചോദ്യത്തിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ 100 ആൻസറിന് 100 റിംഗറ്റ്സ് ആണ് 100 റിംഗറ്റ്സ് ആണ് തരാൻ പോകുന്നത്. 100 റിംഗറ്റ്സ് ആയപ്പോ എത്ര രൂപയായി? 2000 ആയോ? 2000 ആയോ? 2000 ആയോ? 1800 ആയി. 100 റിംഗറ്റ്സ് ആണ്. 1800 ആണ്. 1800. അടിപൊളി. അടുത്ത ചോദ്യം 3 ക്ലൂ. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ്. ഗൂഗിൾ ചെയ്യരുതേ. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ്. ഓഡിയൻസിലേക്ക് ലൈറ്റ് ഒന്ന് കൊടുക്കാമോ? ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ്. ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഞാൻ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആരാണ് ഞാൻ? ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ്. ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഞാൻ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആരാണ് ഞാൻ? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നോ? അതെ. ചാടി വാ. ഓടി വരൂ. ഒരു പ്രധാന വ്യക്തി ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല കൈയടികൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അതെന്താ ആരും കൈയടിക്കരുത്. ഒരു ഉത്തരം വന്നിരിക്കുന്നത് MGR ആണോ എന്നാണ് ചോദിച്ചത്. MGR ജനിച്ചത് ശ്രീലങ്കയിലെ കാൻഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പിന്നെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ ഒരിക്കലും കോട്ടയം ജില്ല പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അതൊരു ക്ലൂ ആണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അതൊരു ക്ലൂ ആണ്. വൈക്കത്ത് വേറൊരാളാ ജനിച്ച. ആരാ? വൈക്കത്ത് ജനിച്ച ആളാ? ആരാ? യു ക്യാൻ. വൈക്കത്ത് ജനിച്ച ആളാണോ? MGRമായിട്ട് എന്തോ ഒരു ബന്ധമുള്ള ഒരാളാണ്. ആരാണ്? ആര്? ജയലളിത. ആരാ പറഞ്ഞേ? ഉത്തരം പൊട്ടത്തെറ്റ. ആരാ? ജയലളിത അല്ല. കോട്ടയം പ്രദീപ് എന്ന മുഖ്യമന്ത്രി ആയിട്ടില്ല. കോട്ടയം പ്രദീപോ? അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നോ? ഞാൻ ഒരു ക്ലൂ കൂടെ പറയാം. ഒരു ക്ലൂ അറിയോ? ഒരു ക്ലൂ കൂടെ പറയാം. ഞാൻ ആര്? ഗണേശനൊന്നുമല്ല. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ്. ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഞാനൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. എൻ്റെ ഭർത്താവും ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഡയാന ഒരു ആൻസർ പറഞ്ഞു. സിനിമാവോ ഭണ്ഡാര നായകേ. ശ്രീലങ്കയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ തള്ളി മറിച്ചേക്കുന്നത്. ആരോ പറഞ്ഞു. അവിടുന്ന് ആരോ പറഞ്ഞു. ഞാൻ ആൻസർ പറയാം. ഒരുപാട് പേര് ഇപ്പോൾ അതിന് അവകാശികൾ വരുന്നതുകൊണ്ട് ഞാൻ ആൻസർ പറയാം. ജാനകി രാമചന്ദ്രൻ. ഒരു കാര്യം, MGRന്റെ പേര് പറഞ്ഞ മുത്തിന് ഒരു 50 ഞാൻ തരാം. MGRന്റെ പേര് പറഞ്ഞ മുത്തിന് ഒരു 50 ഞാൻ തരാം. MGRമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ ആ ചങ്കിന് ഞാനൊരു സമ്മാനം തരാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. അറ്റ്ലീസ്റ്റ് വേറൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞതിനെങ്കിലും ഒരു 50 ഇരുന്നോട്ടെ. പേരെന്താണ്? അഭിലാഷ് അലി പുളിക്കൽ. അവിവാഹിതനാണോ? ഇല്ലില്ല, വയസ്സ് പറഞ്ഞിട്ട് പോയി. ഈ ചെറിയ ബേബിയെ കൊണ്ട് ട്രോഫിയും കൊണ്ട് വന്നിട്ട് 32 വയസ്സ് എന്ന് പറഞ്ഞിട്ട് പോയേക്കാ. അതെ, ഇനി ഒരുപാട് പൈസ ഉണ്ട്. ചോദ്യം വേണ്ടേ? പോട്ട് സാരല്ല. ഒരു ഭാഗ്യ പരീക്ഷണം. ആരൊക്കെ കൊണ്ടുവന്നാലും അവർക്ക് 50 വെച്ച് തരും. 50 റിംഗറ്റ് വെച്ച് തരും. 2016 നവംബർ 8-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി TV-യിലും റേഡിയോയിലൊക്കെ ഒരുമിച്ച് വന്നിട്ട് മേരെ പ്യാരെ ദേശവാസിയോ, നാളെ മുതൽ 500ഉം 1000ഉം ഇല്ലെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി നിരോധിച്ച 500ന്റെയോ 1000ന്റെയോ നോട്ട് ആരുടെയെങ്കിലും കയ്യിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് ഇപ്പോഴും പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ
ഇപ്പൊ കൊണ്ടുവന്ന ആര് തന്നാലും പഴയ 500 1000 പഴയ 500 നിരോധിച്ച 500 പുതിയ 500 അല്ല പഴയ നിരോധിച്ച 500 1000 ആര് കൊണ്ടു തന്നാലും 50 റുപ്യ തരുന്നവർക്ക് മുഴുവൻ 50 റിങ്കറ്റ്. ചിക്കിങ് നൽകുന്ന 50 റിങ്കറ്റ്. പഴയ നിരോധിച്ച നോട്ട് ഇപ്പൊ കൊണ്ടുവരുവാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. പ്രധാനമന്ത്രി നിരോധിച്ച 500 1000 ആരുടെങ്കിലും പോക്കറ്റിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് ഇതാ കൊണ്ടുവരുന്നു. ഒരു വലിയ പേഴ്സുമായിട്ടൊരു ഇതുവഴി കയറി വാ, ഇതുവഴി വാ. 500 1000 നമ്മുടെ നാട്ടിൽ കൊണ്ടു നടന്നിട്ട് ഒരു കാര്യമില്ല. എന്തിനാണ് ഈ മലേഷ്യ കൊണ്ടു നടക്കുന്നതെന്ന് എനിക്ക് ചിന്തിച്ചിട്ട് പിടികിട്ടുന്നേ ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നോട്ട് കാണിക്കുകയാണെങ്കിൽ ഇത് പഴയ കാമുകി തന്നിട്ടുള്ളതായിരിക്കും. ചേച്ചി ഉണ്ട് അവിടെ? അങ്ങനെ എന്തോ സംഗതിയാണ് ആക്ച്വലി. 250-300 അറകളുള്ള പേഴ്സ് ഇത് എടുത്ത് തരണമെങ്കിൽ ആലോചിച്ച് നോക്ക്. ദാ വന്നു മോനെ പഴയ 10 റുപ്യ. പണ്ടത്തെ പഴയ 10 റുപ്യ 1 റുപ്യ. ഈ മൂപ്പർക്ക് ഇത് എന്താ ചേട്ടൻ കളക്ഷൻ ഉണ്ട് കേട്ടോ. പഴയ 100 റുപ്യ. വെരി ഗുഡ്. ചേട്ടൻ പേരെന്താ? പഴയ 100 ഗിരീഷ്. ഗിരീഷ് ചേട്ടൻ നാട്ടിലെവിടെയാ? പഴയ 10 റുപ്യ മലപ്പുറത്ത് എടപ്പാള്. ഓ എവിടെ? 500 എവിടെ? പഴയ 2 റുപ്യ പഴയ 1 റുപ്യ. മൂപ്പർക്ക് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. കാമുകിയുടെ ഫോൺ നമ്പർ മൊത്തം ഉണ്ട് കേട്ടോ. ചേച്ചി ഇത് ബി നിലവറ തുറന്നതുപോലെ ഉണ്ട്. ഈ ബി നിലവറയും കൂടി ഇനി തുറക്കാനുണ്ട്. ഇതിപ്പോ എ നിലവറയായിട്ടുള്ളൂ. മൂപ്പരിത് തന്നാൽ ഒരു സംഭവം കേട്ടോ. മൂപ്പരിത് തരുകയാണെങ്കിൽ ഒരു സംഭവമാവും. ഇതൊക്കെ വ്യത്യസ്തതയുള്ള 50 രൂപയുടെ കോയിനാ. ഭാരത സർക്കാരിന്റെ 50 രൂപയുടെ കോയിൻ. ഇത് ഇവിടെ മലേഷ്യയിൽ നിരോധിച്ചതുണ്ട്. മലേഷ്യയിൽ നിരോധിച്ച കോയിനുകളും ഉണ്ട്. ഇതിന്റെ ഓരോ അറയിലും മലേഷ്യൻ പൈസ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. ഏത് മൂപ്പരെ കല്യാണം കഴിച്ച ആരാണെങ്കിലും ഏത് സ്ത്രീ ആണെങ്കിലും അവർ കൺഫ്യൂഷൻ അടിച്ച് പണ്ടാരടങ്ങിപ്പോകും. കാരണം 43 അറയുള്ള ഒരു പേഴ്സാണ്. ഓരോ അറയിലും 250 പൈസ വെച്ച് ഇത്ര ഉണ്ട്. അതെടുത്ത് നായ എറിഞ്ഞു കഴിഞ്ഞാൽ നായ വീണ് ചാവും. അങ്ങനത്തെ വെയിറ്റ് അതിന്റെ. കോയിൻസും ഉണ്ട്, 450 കോയിനും ഉണ്ടായിരുന്നു. പക്ഷെ മൂപ്പർക്ക് ഇത്രയൊക്കെ കൊണ്ടുവന്നതിന് 1 രൂപയൊക്കെ കൊണ്ടുവന്നതിന് മൂപ്പര് ഒരു 50 റുപ്യ കൊടുത്തു വിടാം. കൊടുക്കട്ടെ. ചേച്ചി എന്റെ ചക്കരക്കുട്ട. എന്തത്? എന്റെ ചക്കരക്കുട്ട സുശീല. ഏത് ഇതാ 100 പഴയ 100 അല്ല, ഞാൻ പഴയ 100 ഉണ്ട്. ഞാൻ പക്ഷെ 500 1000 ചോദിച്ചത്. നിങ്ങൾ തന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ പേഴ്സിലെ നിലപറാം ഇത് കണ്ടിട്ടുണ്ടോ? ഡയന ജനിക്കുന്നതിന് മുമ്പുള്ള ഡയന കണ്ടിട്ടില്ലാത്ത 100 റുപ്യ നോട്ടാണ്. ഈ നോട്ടിന്റെ പേരിൽ നിങ്ങൾക്കൊരു 50 റുപ്യ ഞാൻ തരാം കേട്ടോ. 50 വെള്ളി. ഗിരീഷേട്ടന് നല്ലൊരു കൈയടി കൊടുക്കാം. ഗിരീഷേട്ടൻ എവിടെയാ നാട്? എടപ്പാളുകാരനാണ്. ഗിരീഷേട്ടന് ഗംഭീര കൈയടി കൊടുക്കാം. അടിപൊളിയായിട്ടാ, സൂപ്പർ, ഗംഭീരായി. ഈ പേഴ്സ് എങ്ങാനും കളഞ്ഞു പോയിട്ട് വല്ല മലേഷ്യൻ പോലീസുകാരുടെയും കൈ കിട്ടുകയാണെങ്കിൽ ആ പോലീസുകാരൻ തല കറങ്ങി വീഴും. സത്യം, അത്രയും നിലവറകളുള്ളൊരു പേഴ്സാ. ഇനി റെഡിയാണോ? ഒരു ചോദ്യം കൂടെ, ലാസ്റ്റ് ചോദ്യം. റെഡിയാണോ? കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ക്ലൂ ആണേ. ഞാനൊരു കവിയാണ്. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എഴുതിയത് ഞാനാണ്. ആരാണ് ഞാൻ? മുതിർന്നവരോട് ചോദിക്കാനുള്ള ചോദ്യമല്ല, കുട്ടികൾക്ക് വേണ്ടി മാത്രം. കുട്ടികളെ കേറി വാ. ഉള്ളൂരെന്നോ? എടാ നിനക്ക് എന്താ നിന്റെ പേര്? ദർശിത്തെ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നാണ് പറയാറ്. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ. കഠിനമായ വാക്കുകൾ പദപ്രയോഗത്തിലൂടെ കവിതകളെ സമ്പന്നമാക്കുന്ന ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആശാൻ ആശയ ഗംഭീരനാണ്. വള്ളത്തോൾ ശബ്ദസുന്ദരൻ. അതുപോലെ പിന്നെ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നാണ് പറയുന്നത്. ആ ഉള്ളൂർ കാക്കേ കൂടെ എവിടെ എഴുതോ? എന്താളാണ് നീ? പിടിക്ക്. ചെക്കന് പിന്നെ കറക്റ്റാ, ഉള്ളൂരാ. ഞാൻ അവന് കൊടുത്തു. കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയാനല്ലേ നീ വന്നത്? കുഞ്ഞുണ്ണി മാഷ് തെറ്റാ. ഓക്കെ, ആശാനാണ്. സോറി, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ. ഉള്ളൂർ തന്നെയാണ് കാക്കേ കൂടെ ഇവിടെ എഴുതിയത്. പക്ഷേ ഇത് ആർക്ക് കൊടുക്കുന്നേ? അച്ഛന് കൊടുക്കുമല്ലോ, ഉറപ്പല്ലേ?
ഇത് അച്ഛന് കൊടുക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ചെക്കന് കൈമാറുകയാണ്, ദക്ഷിത്തിന് കൈമാറുകയാണ്. ദക്ഷിത്തിന് ഇത് മാത്രമല്ല, അതിനകത്ത് സ്വീറ്റ്സ് ഉണ്ട്, ഒന്ന് എടുത്തു തരുമോ? അതിനകത്ത് ഒരു പെട്ടിയുണ്ട്, ഒരെണ്ണം. ആ ദക്ഷിത്തിന് വാ, മോനോടെ നിൽക്കി വാ. ദക്ഷിത്തിന് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്കുക. നിനക്ക് ആരാ പറഞ്ഞതെന്ന്, ഈ ആൻസർ ആരാ പറഞ്ഞതെന്ന്? ശരി, പിടിച്ചോ. കുട്ടികൾ പറയട്ടെ എന്ന് പറഞ്ഞപ്പം ഇത് ദക്ഷ്യത്തിന്റെ അമ്മയ്ക്കും അച്ഛനും അവകാശപ്പെട്ടതാണ്. അവർക്ക് തന്നെ ഇത് നിനക്കുള്ളതാണ്. ഓക്കെ ഡിയർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മൈ ഡിയർ കിഡ്സ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ കിഡ്സ് മാത്രമല്ല ഈ ചോദ്യം പ്രതീക്ഷിച്ചിരിക്കുന്നത്, മുതിർന്നവരും ഇരിക്കുന്നുണ്ട്. കളി കൊള്ളാമോ? മതിയാക്കണോ? ഇനി ഒരുപാട് പാട്ടുകളും പരിപാടികളും വരാണ്ട്. ഇറങ്ങട്ടെ. ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ. ഇതിന് ഓഡിയൻസിന്റെ ലൈറ്റ് എനിക്കൊന്നിട്ട് വരും. ആ 2 ലൈറ്റ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഓഡിയൻസിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. ആ 2 ലൈറ്റ് ഓഫ് ചെയ്താൽ കുറച്ച് പേരെ കാണാൻ പറ്റും. ഇനി എന്റെ ക്ലൂ ആണ്, എന്റെ പേരിനോടൊപ്പം ആദ്യം പേരിന്റെ കൂടെ ചന്ദ്രസേനൻ നായർ എന്നൊക്കെ പറയുന്ന പോലെ പേരിന്റെ കൂടെ ഒരു വാലുണ്ടാവുമല്ലോ. എന്റെ പേരിനോടൊപ്പം ആദ്യം ശ്രീവാസ്തവ എന്നൊരു പേരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കവിയും നോവലിസ്റ്റുമായ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ തൂലികാനാമം, അദ്ദേഹത്തിൻ്റെ പെൻനെയിം എൻ്റെ പേരിനോടൊപ്പം ചേർത്ത് വെച്ചു. ലണ്ടൻ വാക്സ് മ്യൂസിയത്തിൽ ആദ്യം ഉണ്ടാക്കിയ ഏഷ്യക്കാരൻ്റെ മെഴുകു പ്രതിമ എൻ്റെതാണ്. ആരാണ് ഞാൻ? അതെ, കേട്ടില്ല. മഹാത്മാഗാന്ധി ആരാ പറഞ്ഞേ? പൊട്ട തെറ്റാണത്. മഹാത്മാഗാന്ധിയുടെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ശ്രീവാസ്തവ ഇല്ല. ആരാ? രമൺ ശ്രീവാസ്തവ എന്നാരാ പറഞ്ഞേ? അതും പൊട്ടത്തെറ്റാ. ആരാ? അതൊക്കെ പൊട്ടത്തെറ്റാ. എന്റെ പേരിനോടൊപ്പം ആദ്യം ശ്രീവാസ്തവ എന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. കവിയും നോവലിസ്റ്റുമായ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ തൂലികാനാമം, അദ്ദേഹത്തിന്റെ പെൻനെയിം എൻ്റെ പേരിനോടൊപ്പം ചേർത്ത് വെച്ചു. ലണ്ടൻ വാക്സ് മ്യൂസിയത്തിൽ എന്ത് മ്യൂസിയം അത്? മാഡം തിസോർ മ്യൂസിയത്തിൽ ആദ്യം ഉണ്ടാക്കിയ ഏഷ്യക്കാരന്റെ മെഴുകു പ്രതിമ എന്റേതാണ്. ആരാണ് ഞാൻ? കേറി വാ മുത്തേ, മുത്ത് പൊളിച്ചു, കേറി വാ. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കോട്ടയത്താണോ? വെക്കേഷൻ വന്നാണോ? അല്ലല്ല, കോട്ടയത്ത് പഠിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള. പേര് അമിലക്ക് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്കുക. അമില, സത്യസന്ധമായിട്ട് പറയണം, അമിലക്ക് ഈ ചോദ്യത്തിന് ആൻസർ ആരാ പറഞ്ഞു തന്നെ? ഉമ്മച്ചിയാണോ? ഉപ്പച്ചിയും വാ. അങ്ങനെ ഉപ്പച്ചി സൂഹിക്കണ്ട. നേരത്തെ ഉമ്മച്ചിയും പറഞ്ഞപ്പോ ഞാൻ ക്ഷമിച്ചു. ഇത് എനിക്ക് ക്ഷമിക്കാനേ പറ്റില്ല. ഉപ്പച്ചി വരട്ടെ. എംജിആർ എന്ന് പറഞ്ഞ ഉപ്പച്ചിയാണോ? ഈ ഉപ്പച്ചി സമ്മാനം കൊണ്ടുപോകാനായിട്ട് പെട്ടിയാട്ടോർഷം വിളിച്ച് വന്നേക്കാണോ? ഉപ്പച്ചി വന്നോട്ടെ. അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന കറക്റ്റ് ആൻസർ ആണ്. അമിതാഭ് ബച്ചന്റെ അച്ഛന്റെ പേരെന്താന്ന് അറിയാം? ഹരിവംശ റായ് ബച്ചൻ. ഇത് വെട്ടിപ്പോയേ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചിക്കിങ്ങിന്റെ ആൾക്കാരായത്. അപ്പോ അമിതാഭ് ബച്ചന്റെ അച്ഛന്റെ പേരെന്താ? ഹരിവംശ റായ് ബച്ചൻ. ഓക്കെ, ഹരിവംശ റായ് ബച്ചൻ. അത് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 50 വെച്ച് കൊടുത്താലോ നമുക്ക്? 100 വെച്ച് അങ്ങനെ തരാൻ പറ്റില്ല. 50 പിടിക്കുകയും. ഓക്കെ, 50 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 ഉണ്ട്. മോനെ, ഇനി ഇതിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ട് അടി ഉണ്ടാക്കിയിട്ട് പിന്നെ കല്ലുവിന്റെ പേര് പറയണ്ട. ആ കല്ലു ചോദ്യം ചോദിച്ചിട്ടാണ് എനിക്ക് 1 തന്നത് ഇല്ലേ? ഓക്കെ, 2. ഓക്കെ, ഡയന. ഓക്കെ, അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പനും മോളും പൊളിയാണ് കേട്ടോ, മിടുക്കി. സൂപ്പർ. അപ്പൊ നമ്മുടെ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ എല്ലാവരും കൂടി നമ്മളെ തല്ലിക്കൊല്ലാനുള്ള എല്ലാ സാധ്യതയും കാണുന്നതുകൊണ്ട് ഇനി എൻ്റെ കയ്യിൽ ഇനിയും പൈസ ഉണ്ട്. 100, 200, 300, 400, 450 ഇനിയുണ്ട്.
ആവശ്യം പോലെ പൈസ ഉണ്ട്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ റെഡി ആയിട്ട് വരും. ഓക്കെ ആണോ? ലാസ്റ്റ് ഒരു ഗെയിം, ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റ ഗെയിം, ഒരു ഗെയിം വെച്ചിട്ട് ഓടി ഓടി വന്നു കഴിഞ്ഞാൽ ഈ പൈസ ഞാൻ വാരി വിതറും. ചിക്കിങ് ഹാപ്പി അല്ലേ? അപ്പൊ ഈ ഉടൻ പണത്തിന് വേണ്ടി പൈസ നൽകിയ ചിക്കിങ്ങിന് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈ കൊടുത്തേ. ഒരുപാട് പൈസയാണ് വാരിക്കോരി തന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. നമ്മുടെ പാട്ടുകാരെ വീണ്ടും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പാടി തകർക്കാനായിട്ട്. അക്ബറാണ് വേദിയിലേക്ക് കയറിയിരിക്കുന്നത്. മാപ്പിളപ്പാട്ടുണ്ടാ മോനെ? ഇത് കഴിഞ്ഞിട്ട് മാപ്പിളപ്പാട്ട് പാടാം. ഓക്കെ. കാരണം എന്താന്ന് വെച്ചാൽ മാപ്പിളപ്പാട്ടിനാണ് ഇവിടെ വൈബ് കൂടുതൽ. വേറെ മാപ്പിളപ്പാട്ടിന്റെ ആരാധകരെ ഇപ്പൊ തൽക്കാലം ശാന്തരാഘവൻ, ഇപ്പൊ ഒരു സിനിമാ പാട്ട്, അത് കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട്. ഒരു കൊല്ലം അല്ലേ? അവിടെ നാരാ ഒരു കൊല്ലം വിളിച്ച് പറഞ്ഞു വാ 500 റുപ്യ. ഞാൻ അങ്ങനത്തെ ഒരു മോനാണ് ഞാൻ. പാടുന്നവർക്കില്ലേ? പാടുന്നവർക്ക് ചിക്കിങ്ങിന്റെ ആളാണോ? കമ്പനിക്ക് തന്നെ അടിച്ചെന്നാ പറയുന്നത്. ചിക്കിങ്ങിന്റെ ആളാ, മൂപ്പർക്ക് കൊടുക്കാൻ പറ്റൂല എന്ന്. പക്ഷെ അത് പ്രഡിക്റ്റ് ചെയ്തങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് തന്നത്. ആദ്യം നമുക്കേ ഇപ്പൊ ഇതുവരെ ചെറിയ ചെറിയ കോറസുകളാണ് പാടിയിട്ടുള്ളത്. നല്ല രീതിയിൽ ഇവര് എത്രമാത്രം മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കോറസ് പാടോ? കോറസ് അല്ല, പാട്ട് തന്നെ. പാട്ട് തന്നെ നിങ്ങൾ പാടോ? പിച്ചില് പാടണ്ട, ശ്രുതിയിലെ സഗ സഗമ മപമഗ ഓളിടാനല്ല പറഞ്ഞത്. സഗ സഗരി സ നിന്റെ തിരുനടയിൽ നറുനെയ്ത്തിരിക്കതിരായി ആരുമറിയാതെ എന്നും വീണരിഞ്ഞിടാൻ. നിന്റെ തിരുനടയിൽ നറുനെയ്ത്തിരിക്കതിരായി ആരുമറിയാതെ എന്നും വീണരിഞ്ഞിടാൻ. സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ, സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ എന്നുമീ ശ്രീലകം ധന്യമായിടൂ. ശ്യാമയാമിനിയിൽ നീ സാമചന്ദ്രിക. എല്ലാവരും കൂടെ പാടോ? താമരപ്പൂ ദേവിയല്ലോ, പൂനിലാക്കടവിൽ പൂക്കും. ഇത് പറ്റില്ല, എല്ലാരും കൂടെ ഒരുമിച്ച് പാടണം. അറിയാത്തവരുണ്ടോ പാട്ട്? പല്ലവി അറിയായിരിക്കുമല്ലോ. താമരപ്പൂവിൽ വാഴും അതന്നെ, പൂനിലാക്കടവിൽ പൂക്കും. ഏതുവാവിൻ കൗതുകം മിഴിയിൽ വാങ്ങി നീ, ഏതു പൂവിൻ സൗരഭം തനുവിൽ താങ്ങി നീ. താനേ നിന്റെ ഓർമ്മതൻ ചായം മാഞ്ഞതോ, കാലം നെയ്ത ജാലമോ മായാജാലമോ, തേഞ്ഞു പോയ തിങ്കളെ വാവോ വാവാവോ. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങൂ വാവാവോ. ഒരു ഹമ്മിങ് പാടിയ പാട്ട് പാടയോ? ആ
നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കെടാതെ നാളമേ നാളമേ പാടൂ നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. ജി മൈനർ. അടുത്തത് നമ്മൾ നമ്മുടെ പാട്ടിലോട്ട് പോകാം. സരിഗമപ്പയിൽ പാടിയ പാട്ടാണ്. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് അതെല്ലാം വൈറലായി ഹിറ്റായ ഒരു പാട്ടാണ്. മുന്നേ ഹിറ്റാണ്, ഞാൻ പാടിയപ്പോൾ കുറച്ചുകൂടി ഹിറ്റായി എന്നൊക്കെ. ഓക്കെ, അതിനു മുന്നേ അലനുറയും ഒരരുവിയിലൊരു ചെറുമണി മരനിഴലിൽ വെയിൽ വിരിച്ചു കസവ് തുന്നുമരിയ ചിത്രശലഭം. അലനുറയും ഒരരുവിയിലൊരു ചെറുമണി മരനിഴലിൽ വെയിൽ വിരിച്ചു കസവ് തുന്നുമരിയ ചിത്രശലഭം. മാമൊണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാമൊണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാറോടു ചേർത്തൊന്നു കൊഞ്ചിച്ചൂടെ എല്ലാരും തേടുന്നൊരുല്ലാസത്തെല്ലൽ കൊക്കിക്കുറുകി കുകുകുക്കുകൂകി വേൽക്കായും വെട്ടിക്കിളി കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടി പടകൂട്ടി പായാനെന്റെ ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും. എല്ലാരും കൂടെ ഉഷാറായിട്ട് ഒരുമിച്ച് പാടും, നല്ല വൈബ് ഉണ്ടാവുള്ളൂ. ഇത് ഈ കോറസ് പാടാൻ സംഗീതം പഠിക്കണം എന്നില്ല, ആർക്കും പാടാവുന്നൊരു കോറസാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്നാ പാടിക്കേ. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും. ആ, അതാണ് അതിന്റെ കോറസ്. പക്ഷെ ഇത് കൂവലായി മാറരുത്, കോറസ് തന്നെ ആയിട്ട് വരണം. പോവാം. പോട്ടെ, കൈ പോട്ടെ. കുറച്ച് ലെവൽ വരും ഇവിടെ. പോട്ടെ പോട്ടെ, കൈയുടെ ഇവിടെ. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും. പടകാളി പെണ്ണേ നിൻ മണിമയിൽ ചാർത്തിയിടാം തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടി പാവും. കയ്യടി പോരട്ടോ. താളി ഞാൻ തേച്ചു തരാം നിന്റെ തളിർവേണിയാകെ ഞാനോ മണിക്കാം. ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം നിന്റെ ചുടുനെറ്റി പൂവിലൊരുമ്മ വയ്ക്കാം. അരകിലാടുന്ന പുറമ മൂടുന്നൊരഴകും ഞാനല്ലേ, കരളിലാടുന്ന കലയിൽ വീഴുന്ന ശലഭം ഞാനല്ലേ. കതിരവനെതിരിടുമിളമുള്ള കിളിയുടെ ചിറകിനരികണയാ. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും.
പീലിയിൽ നീലക്കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാം. മാനത്തെ മാരിവിൽ ചില്ലയൊന്നിൽ തമ്മിൽ പുണർന്നാടുവാൻ ഞാനൊരു ഉയലിടാം. ഇളതിളങ്ങുന്നൊരിളനിലാവിന്റെ കസവും ചൂടിക്കാം. ഉടകിൽ വീഴുന്ന പുലരി മഞ്ഞിന്റെ കുളിരും നേദിക്കാം. മനസ്സിലെ മരതകമണികളിൽ ഉണരും ഒരടിയ മധുരമണിയാം. ഡാൻസ് കളിച്ച് തളർന്നു. നമ്മൾ എന്റെ കൂടെ ഒന്ന് കോറസ് പാടുവോ? റെഡിയാണോ? ഓക്കെ. അവര് പാടുന്നത് കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. ഈ ഭാഗത്തിൽ ആൾക്കാർ മാത്രം പാടുവോ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ജൂം 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 മാമാ. ഓക്കെ, ഇനി ഈ ഭാഗത്തുള്ള ആൾക്കാർ റെഡിയല്ലേ? ജൂം 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 മാമാ. അടിപൊളി. ഇനി എല്ലാവരും ഒരുമിച്ചിട്ട് 1 2 3 4 1 ജൂം 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 മാമാ. അടിപൊളി. അപ്പൊ എല്ലാ ജൂംബാബക്കും നിങ്ങൾ ഒരുമിച്ചിട്ട് പാടണം. റെഡി? Here we go. ये रात में जो मजा है, मजा या कुछ नया नया है. ये दिल को आज क्या हुआ है कि झूमता ही जा रहा है. झूम 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 मामा, झूम 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 मामा, झूम 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 मामा. ये रात में जो मजा है, मजा या कुछ नया नया है. ये दिल को आज क्या हुआ है कि झूमता ही जा रहा है. झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा.
जो मजा है मजा ये कुछ नया नया है ये दिल को आज क्या हुआ है कि जो मजा इजा रहा है झूम 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 बाबा झूम 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 बाबा झूम 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 बाबा So thank you so much. നമ്മുടെ നെക്സ്റ്റ് സോങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സോങ് ആണ്. ആൻഡ് ദിസ് സോങ് ഇസ് ഡെഡിക്കേറ്റഡ് ടു ദ ലെജൻഡറി ആക്ടർ. നമ്മളെ വിട്ടുപോയ നമ്മുടെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടന് വേണ്ടിയിട്ട് we would want to dedicate this song. And more than that, we just want to dedicate this song to the versatile singer, the very powerful singer, Jazzy Chetan too. So let's have fun together, everyone. Ready to dance again? Those who are still not awake and alive, just be with us together, everyone. Shake it up, baby, shake a little of that body. Shake it up, shake it up, shake it up. Pop it up, and a little of that body. Pop it up, pop it up, pop it up. Shake it up, baby, shake a little of that body. Shake it up, shake it up, shake it up. Pop it up, and a little of that body. Pop it up, pop it up, pop it up. Sona, sona. Sona, sona. Sona, sona, ni una number. Ati muti badi bada hillu na number. Sona, sona, ni una number. Padagadi ati muti hillu na number. Kata midi gilagil manala galle. Ati muti gilagil galle. Balabadile challu rangi rangila. Sona, sona, ni una number. അടിമുടി വടിവഴകിൽ ഒന്നാം നമ്പർ സോനാ സോനാ ഞാൻ ഒന്നാം നമ്പർ പടയണി അടിപൊളിയിൽ ഒന്നാം നമ്പർ Come on everybody So let's clap the hands together ഒന്ന് കൈയടിച്ചേ Come on throw the song വരണേ Hey hey മിനിമുന്ന നെഞ്ചൽ കൊണ്ടു കറുകറുത്തു ഞാൻ ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു മിനിമുന്ന നെഞ്ചൽ കൊണ്ടു കറുകറുത്തു ഞാൻ ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു താളവിടും കൈവളകൾ പൊൻകരവേ തെന്നിലവേ കൂടെ വരൂ നീ മദനശരം പോലെ വരാം മനുഷ്യകം ഞാൻ പകരം ഒന്നു രീതിയിലെ വന്നാൽ നീയോട് ചേരാ അസുകുശലെ പെണ്ണെ രംഗി രംഗി രംഗീല സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി വടിവഴകിൽ ഒന്നാം നമ്പർ സോനാ സോനാ ഞാൻ ഒന്നാം നമ്പർ പടയണി അടിപൊളിയിൽ ഒന്നാം നമ്പർ ഷാബ 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 മിഴിയിൽ മിഴിയിൽ അറിയുന്നവന്റെ മുൻപിൽ കാണും കണ്ടാൽ കാണും കണ്ടാൽ അറിയാതെ നോക്കുമേതോ രജനീ നദിതൻ ചുറ്റോട് ചുറ്റിലും ചുരത്തുന്ന വിണ്ണിൻ ചിത്രാങ്കണത്തിലെ കതിർക്കനി നീ അറിയാതെ നോടറിയാതിരിക്കൊരു നിമിഷം ജില്ലേലെ ജില്ലേലെ ചുണ്ടകിട ജില്ലേലെ 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 ചുണ്ടകിട ജില്ലേലെ 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 ചുണ്ടകിട ജില്ലേലെ 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 ചുണ്ടകിട ജില്ലേലെ സരിഗരി സരി സരിഗ സരിഗരി സരി സരിഗ സരി സരിഗമാ സരിഗരി സരി സരിഗ സരിഗരി സരി സരിഗ സരി സരിഗമാ കിളിനി എന്നില വർണ്ണക്കളവേറി വന്നു കന്നിക്കിളിനി എന്നില പൊന്തൂവൽ വീശി നിന്നു അന്തിക്കടവത്തെ അമ്പിളിക്കുമ്പിൽ കന്നിക്കുയിലായി നീ പാടി തുള്ളിത്തിര തുള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മാറി ജില്ലേലെ ജില്ലേലെ ചുണ്ടകിട ജില്ലേലെ 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 ചുണ്ടകിട ജില്ലേലെ 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 ചുണ്ടകിട ജില്ലേലെ 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 ചുണ്ടകിട ജില്ലേലെ സരിഗരി സരി സരിഗ സരിഗരി സരി സരിഗ സരി സരിഗമാ
സരിഗരി സരി സരിഗ സരിഗനി സരി സരിഗ സരി സരിഗമ നീ എന്നില വന്ന കനവേറി വന്നു കന്നിക്കിളി നീ എന്നില പൊട്ടൂവൽ വീശി നിന്നു ഒരു രക്ഷയില്ലായിരുന്നു. ഗംഭീര പെർഫോമൻസ്. എല്ലാവർക്കും ഗംഭീര കൈഡി കൊടുക്കാം. ഉഗ്രല്ലേ, പൊളിച്ചില്ലേ? ഇനി നമ്മുടെ ഈ സംഘടന PMAJ പ്രവാസി മലയാളി അസോസിയേഷൻ ജോഹർ പിന്നിട്ട നാൾവഴികളിലൂടെ 10 വർഷമായി ഈ സംഘടന ആരംഭിച്ചിട്ട് ആ 10 വർഷത്തെ ഒരു യാത്രയുടെ ഹ്രസ്വചിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നിട്ട നാൾ വഴികളിലൂടെ PMAJ. അല്ല, പാട്ടല്ല, പാട്ട് മാറ്റി. 5 മിനിറ്റ് സമ്മാനം പൈസ. എൻ്റെ കയ്യിൽ കുറേ പൈസ ഇരിക്കുന്നു. 450 ഇരിക്കുമ്പോഴത്തേക്കും 200 തരുമോ 250 തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുക. 450 എണ്ണി കാണിച്ചു കൊടുക്ക്. ചിക്കിങ് നൽകുന്ന ഉടൻ പണം. ചിക്കിങ് ഉടൻ പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിക്കിങ്, മലയാളികളുടെ സ്വന്തം ടേസ്റ്റ്, മലയാളികളുടെ സ്വന്തം അഭിമാനം. പോരെ? അപ്പൊ ചിക്കിങ് ഒരു മലയാളിയുടേതാണെന്ന് അറിയോ? എല്ലാവർക്കും അറിയാമോ? ഇപ്പൊ ലോകം മുഴുവൻ ഭയങ്കര ഫേവറേറ്റ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ് ചിക്കിങ്. അപ്പൊ ചിക്കിങ്ങിന്റെ ആണ് ഉടൻപണം. ഈ ഉടൻപണത്തിന് വേണ്ടിയിട്ട് അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ്. നിങ്ങൾ റെഡി ആവുന്ന സമയത്ത് ഞാൻ ചോദ്യം ചോദിച്ചോളാം. സമ്മാനങ്ങളാണ് ഈ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. PMAJയുടെ സമ്മാനങ്ങളാണ് ഇത്. പ്രോത്സാഹന സമ്മാനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ലാപ്ടോപ്പ് എവിടെ? ലാപ്ടോപ്പ്, ബൈക്ക് എവിടെ? എല്ലാം ഉണ്ട്. അപ്പൊ ചോദ്യം ചോദിക്കട്ടെ. ഞാൻ 40-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ്. 40-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ്. എൻ്റെ അച്ഛനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. എൻ്റെ ആദ്യത്തെ പേര് പാർത്ഥസാരഥി എന്നായിരുന്നു. ആരാണ് ഞാൻ? ഒരു ക്ലൂ കൂടെ തരാം. ഞാനൊരു നടനാണ്. ഞാൻ 40-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഇനി ഒരു ക്ലൂ കൂടിയുണ്ട്. എൻ്റെ ആദ്യ സിനിമയിലെ അഭിനയത്തിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആളാണ് ഞാൻ. ആരാണ് ഞാൻ? ആര്? നല്ലൊരു കൈയടി കൂടി. മക്കളെ, ബൈക്ക് വന്നെത്തിയിരിക്കുന്നു. ഹോണ്ടയുടെ ബൈക്ക് കണ്ടോ? ബൈക്കിന്റെ കീ ആണ് കൊടുക്കുന്നത്. ബൈക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് മാത്രം താഴെ പോവാ, ബൈക്ക് തുറക്കാ, വീട്ടിൽ പോവാ. അപ്പൊ ബൈക്കിന്റെ കീ ആണ് തരാൻ പോകുന്നത്. മോളെയും കൊണ്ട് ഓടി വന്നിട്ട് ഉത്തരം പറയുന്നത്. ആദ്യം പറഞ്ഞപ്പോഴത്തേക്ക് തെറ്റിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യമാണ് ആൻസർ പറഞ്ഞത്. പക്ഷേ എനിക്കൊരു സംശയം. കമലഹാസന്റെ ചേട്ടന്റെ പേര് ചാരുഹാസൻ എന്നാണ്. അപ്പൊ ഈ കമലഹാസന്റെ ആദ്യത്തെ പേര് പാർത്ഥസാരഥി എന്നാണെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അറിയില്ല. ഏത് ക്ലൂവിലാണ് നിങ്ങൾ ഈ കമലഹാസൻ തിരിച്ചറിഞ്ഞ? ഏത് ക്ലൂ പറ. അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനി. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഈ കമലഹാസൻ 40-ലധികം മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ അടുത്ത ക്ലൂ എന്തായിരുന്നു? ആദ്യത്തെ സിനിമ ബാലതാരായിട്ട് അഭിനയിച്ചപ്പോഴാണ് തോന്നുന്നു പ്രസിഡന്റ് കയ്യിൽ സ്വർണ്ണം. നിങ്ങൾ തിരക്കേടില്ലാത്ത നിങ്ങൾ നാട്ട് തന്നെ. കമലഹാസന്റെ ആരാധകനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയടി കൊടുക്ക്. പേര് കമലഹാസനാണ് ഉത്തരം. സുമേഷിന് ഞാൻ കുറയ്ക്കുന്നില്ല. 100 1000 ഒന്ന് പെട്ടെന്ന് വന്നുകൊണ്ടതാണ്. 100 സുമേഷിന്റെ മകളാണ്. മോളുടെ പേരെന്താണ്? മയൂഖിയാണ് ഇത് കൈപ്പറ്റുന്നത്. മയൂഖി, താങ്ക് യു സോ മച്ച്. അച്ഛൻ മിടുക്കനാണ് കേട്ടോ. അച്ഛൻ പൊളിയാണ്, വേറെ ലെവൽ. താങ്ക് യു സുമേഷ്. ട്രൂ കമലഹാസൻ ഫാൻ. അതെ, ഹാർഡ് കോർ കമലഹാസൻ ഫാൻ. ഇനി ഒരു സത്യം പറയട്ടെ, ഞാനും നല്ല ഹാർഡ് കോർ കമലഹാസൻ ഫാൻ. തീർച്ചയായിട്ടും അദ്ദേഹം 100% ഉലക നായകൻ തന്നെയാണ്. ഇനി എന്റെ കയ്യിൽ 350 ഉണ്ട്. ഇനി ഒരൊറ്റ ഗെയിമേ ഉള്ളൂ. ആ ഗെയിമിന് പാഞ്ഞെത്തിക്കഴിഞ്ഞാൽ 10 പേർക്ക് അവസരമുള്ളൂ. ആ ഗെയിമിന് പാഞ്ഞെത്തിക്കഴിഞ്ഞാൽ ഈ 350 ഞാൻ അവിടെ വിതരണം ചെയ്യും. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനമായിട്ട് ഈ 350 ഞാൻ ഇന്ന് വിതരണം ചെയ്യും. ഇത് ചിക്കിങ് ഉടൻ പണം. ചിക്കിങ് ഉടൻ പണത്തിൽ നമ്മൾ അടുത്തതായിട്ട് എന്താണ് കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ ലക്കി ഡ്രോ ആണോ? ഓക്കെ,
അപ്പം നമ്മുടെ നറുക്കെടുപ്പിന് വേണ്ടി റെഡി ആയി കഴിഞ്ഞു. നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഈ മത്സരം ആരംഭിക്കും. നറുക്കെടുപ്പിന് ഇന്നത്തെ സമ്മാനങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്നാം സമ്മാനമായിട്ട് ഈ നറുക്കെടുപ്പിനായിട്ട് നിങ്ങൾ ഇനിയും ആരെങ്കിലും കൂപ്പൺ എടുക്കാനുണ്ടെങ്കിൽ വേഗം തന്നെ എടുത്തോ. തീർന്നോ? കൂപ്പൺ തീർന്നോ? കൂപ്പൺ ഇനിയുണ്ടോ? നമുക്ക് കൊടുക്കാനുണ്ടോ? ഉണ്ടോ? കഴിഞ്ഞോ? ഇഷ്ടം പോലെ ഉണ്ട്. അതോ എല്ലാരും എടുത്തു കഴിഞ്ഞോ? കൂപ്പൺ വേണോ ആർക്കെങ്കിലും? ഇപ്പോ അവസാന ചാൻസ് ആണ്. വേണോ? ഭാഗ്യം പരീക്ഷിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവസാന നിമിഷം വേണമെങ്കിൽ ഇട്ടോളൂ. ഒന്നാം സമ്മാനം ഹോണ്ടയുടെ ബൈക്കാണ്. രണ്ടാം സമ്മാനം ലാപ്ടോപ്പ് ആണ്. രണ്ടാം സമ്മാനമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൊടുക്കാൻ പോകുന്നത് ലാപ്ടോപ്പ് ആണ്. ലാപ്ടോപ്പ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി മൂന്നാം സമ്മാനം മൊബൈൽ ഫോണാണ്. MI നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അതെ, ഷോമിയുടെ MI മൊബൈൽ ഫോണാണ്. ഇനി 10 പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്, ഗംഭീര സമ്മാനങ്ങളുണ്ട്. ഇതെന്താണ് ഈ പച്ച, ചുവപ്പ്, മഞ്ഞ? നറുക്കെടുപ്പ് വേറൊരു രീതിയിലാണ്, ലോട്ടറി പോലെ. ഇതിനകത്ത് ഒന്നെടുക്കും, ഇതൊന്നെടുക്കും, ഇതൊന്നെടുക്കും. അപ്പം 4 നമ്പറുകൾ എഴുതി നോക്കുമ്പോഴത്തേക്ക് ആ ഓർഡറിൽ അപ്പം ആദ്യം മഞ്ഞ, പിന്നെ പച്ച, പിന്നെ ചുവപ്പ്, പിന്നെ നീല. അടിപൊളി, നല്ല പരിപാടിയാണ്. ഒരാൾക്കും പരാതി വരാത്ത രീതിയിലാണ് നിങ്ങളത് ചെയ്യുന്നത്. ഗംഭീരം, അടിപൊളി. അപ്പോൾ നമുക്ക് ആദ്യത്തെ നറുക്കെടുപ്പിലേക്ക് പോവാണ്. ആദ്യത്തെ പ്രോത്സാഹന സമ്മാനത്തിന്റെ നറുക്കെടുപ്പാണ്. നമുക്ക് ഒരു വീഡിയോ കാണാം അല്ലേ? വീഡിയോ കാണാം. നമ്മൾ ഇതുവരെ കടന്നു വന്ന വഴികളിൽ 10 വർഷമായി PMAJയുടെ യാത്ര തുടങ്ങിയിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നറുക്കെടുപ്പിലേക്ക് വരാം. ഇത് മലേഷ്യ, ലോകസഞ്ചാരികളുടെ പറുദീസ. പ്രകൃതി രമണീയത കൊണ്ടും വൈവിധ്യങ്ങൾ കൊണ്ടും അനുഗ്രഹീതമായ സമ്പന്നതയുടെ ഉച്ചസ്ഥായിലെത്തിയ രാജ്യം. 1957 ഓഗസ്റ്റ് 31 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതോടെ സ്വന്തമായ വികസന സങ്കല്പം രൂപപ്പെടുത്തി അഭൂതപൂർവമായ കുതിപ്പിലൂടെ മുന്നേറിയ നാട്. മതേതര ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുന്ന മാനവിക സൗഹാർദ്ദത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും വിളനിലമായ മലേഷ്യ. ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് മലേഷ്യ. ഇന്ത്യൻ വംശജർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുവരുന്ന രാജ്യം. തീർത്ഥാടനത്തിനും സന്ദർശനത്തിനും തൊഴിൽ തേടിയും നിരവധി ഇന്ത്യക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തിലേറെ യാഥാർത്ഥ്യങ്ങൾ പകരുന്ന അവിസ്മരണീയ മുഹൂർത്തങ്ങളിലൂടെയാണ് ഓരോ മലയാളിയും കടന്നുപോകുന്നത്. മലയാളികൾ എവിടെയാണെങ്കിലും അവർ ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് പരസ്പരം താങ്ങും തണലുമായി മാറും. അതിനായി കൂട്ടായ്മകൾ ഉണ്ടാവും. അത്തരത്തിലൊരു കൂട്ടായ്മയായി തുടങ്ങി ഇന്ന് പ്രവാസി മലയാളി അസോസിയേഷൻ ജോഹർ അഥവാ PMAJ എന്ന മഹത്തായ ഒരു സംഘടനയ്ക്ക് രൂപം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏത് സംഘടനയ്ക്കും മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കൂടെ കട്ടക്ക് നിൽക്കാൻ കരുത്തുള്ളൊരു പിൻബലം വേണം. ഏത് പ്രതിസന്ധിയിലും ഞങ്ങളെ കൈവിടാതെ കൂടെ നിന്ന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയും ആവശ്യ സമയത്ത് ശക്തമായ ഇടപെടലുകൾ നടത്തിയും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ അഡ്വൈസർ, ഞങ്ങളുടെ മലയാളി കുടുംബത്തിന്റെ കാരണവർ ദാത്തു ഷാഹുൽ ഹമീദ് അവറുകൾ. അദ്ദേഹത്തിന്റെ സ്നേഹവും അകമഴിഞ്ഞ പിന്തുണയുമൊക്കെ തന്നെയാണ് ഇന്ന് ഈ നിലയിൽ 10ാം വാർഷികം ആഘോഷിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രവാസി മലയാളി അസോസിയേഷൻ ജോഹറിനെ പ്രാപ്തയാക്കിയത്. കഷ്ടതയനുഭവിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ച, ഞങ്ങളെ പ്രേരിപ്പിച്ച, ഞങ്ങളുടെ കൂടെ നിന്ന ദാത്തുവിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ കഴിഞ്ഞ കാലയളവിൽ ഞങ്ങൾക്ക് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒട്ടനേകം സഹായങ്ങൾ എല്ലാം ഞങ്ങൾക്കിവിടെ കാണിക്കാൻ സാധിക്കില്ല. നിരവധി അർഹതപ്പെട്ട വീടുകളിലേക്കും വ്യക്തികളിലേക്കും അങ്ങനെ
പല തലങ്ങളിലേക്കും PMAJയുടെ സഹായങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. പ്രവാസി മലയാളി അസോസിയേഷൻ ജോഹർ രൂപം കൊണ്ടിട്ട് ഏകദേശം 10 വർഷം തികയാണ്. അതിൻ്റെ ആഘോഷ തിമിർപ്പിലാണ് നമ്മുടെ സംഘാടകരെല്ലാവരും. നമ്മുടെ ഈ സംഘടന രൂപം കൊണ്ട് തന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നാട്ടിലുള്ള നമ്മുടെ പ്രവാസികൾക്ക്, രോഗശയ്യയിൽ കഴിയുന്ന പ്രവാസികൾക്ക് ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്യാൻ നമ്മുടെ സംഘടനയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാസികൾക്ക് ബാങ്കിൽ നിന്ന് കടമെടുത്തും മറ്റും ജപ്തി വക്കൽ നിൽക്കുന്ന പ്രവാസികൾക്ക് ധനസഹായം ചെയ്യാനും നമ്മുടെ ഈ സംഘടന കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രളയം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയോളം സമാഹരിച്ചു കൊടുക്കാനും നമ്മുടെ ഈ സംഘടനയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളായ ഓണം, പെരുന്നാൾ, വിഷു എന്നീ സന്ദർഭങ്ങളിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലേഷ്യയിലുള്ള നിർദ്ധരായ കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യാനും സാമ്പത്തിക സഹായം ചെയ്യാനും നമ്മുടെ ഈ സംഘടന കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ സഹായ സഹകരണമായി എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രവാസികളായ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മുടെ പ്രവാസി മലയാളി അസോസിയേഷൻ ജോഹറിൻ്റെ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട ഡാത്തു ഷാവുച്ച അവറുകളുടെയാണ്. അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ ഈ സംഘടനയെ ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത്. ഇനിയും അങ്ങോട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്നതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ സംഘടന ഒരുപടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും പല ആളുകളെ അറിയിക്കാതെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ചില വിഷമഘട്ടങ്ങളിൽ പലരുടെയും മുഖം നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആളുകൾ കൊണ്ടാണ് ഇത്രയും പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പുറത്തു നിൽക്കുന്ന ഒരുപിടി ആളുകൾ ഇതിലേക്ക് ഇനി വരാൻ സാധിക്കുകയാണെങ്കിൽ ഇനിയും വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നമ്മുടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ വീഡിയോ വാളിൽ നിങ്ങൾ കണ്ടു കാണും. അത്തരം നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എനിക്ക് മുൻപ് പറഞ്ഞു പോയവരൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വരും കാലയളവുകളിലും നിങ്ങളെല്ലാവരും ഈ ഒരു സംഘടനയുടെ ഭാഗവാക്കാവുക, ഇതോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളിൽ പലർക്കും മലേഷ്യയുമായി ബന്ധപ്പെട്ട് പല ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. നിയമപരമായ സഹായങ്ങൾ, മലേഷ്യൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിസ സംശയങ്ങൾ തുടങ്ങി മലേഷ്യൻ പ്രവാസികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളുമായി PMAJയുടെ ഹെൽപ്പ് ഡെസ്ക് എന്നും റെഡിയാണ്. നിങ്ങൾക്ക് ഏതാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളുമായി ഞാനുണ്ടാകും എന്നും നിങ്ങളോടൊപ്പം. ഇതൊക്കെ ഇവിടെ നിങ്ങളെ കാണിച്ചത് ഒരു തെളിവിന് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ഒന്നുമല്ല, മറിച്ച് ഓരോ മലയാളിക്കും പരസ്പരം ചേർത്ത് പിടിക്കാനുള്ള ഒരു പ്രേരണയ്ക്ക് വേണ്ടി. സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൽ റഹീമിനു വേണ്ടി മലയാളികൾ ഒന്നിച്ചപ്പോൾ 34 കോടി നേടിയെടുക്കാൻ സാധിച്ച പോലെ മലേഷ്യയിലെ ഓരോ മലയാളിയും ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ
നമുക്കിടയിലും അർഹതപ്പെട്ട പലരെയും നമ്മളാൽ കഴിയും വിധം സഹായിക്കാൻ നമുക്കും സാധിക്കും. അതിന് സർവശക്തനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരട്ടെ. നാളെ ഞങ്ങൾ അംഗങ്ങൾ മാറിയേക്കാം. ഞങ്ങളിൽ പലരും പ്രവാസം അവസാനിപ്പിച്ചേക്കാം. പക്ഷേ വരും തലമുറയ്ക്കായി PMAJ അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.